മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ നേര് തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ച് മുന്നേറുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. എല്ലാ പരാജയങ്ങളെയും ഒരൊറ്റ വിജയം കൊണ്ട് എഴുതിത്തള്ളാനുള്ള മാജിക്കുമായി മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം മുന്നേറുന്നു. ദൃശ്യം എന്ന ചിത്രത്തിൽ ഇവർ സൃഷ്ടിച്ച മാജിക് വീണ്ടും ആവർത്തിക്കുന്ന സൂചനകളാണ് നേര് നൽകുന്നത്. ദൃശ്യം പോലൊരു സസ്പെൻസ് ത്രില്ലറല്ല നേര്. ഏറെ വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. അമിതമായ ട്വിസ്റ്റുകളോ ഹീറോ പരിവേഷങ്ങളോ മുഹൂർത്തങ്ങളോ ഇല്ലെങ്കിലും പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിക്കാനും രസിപ്പിക്കാനും നേരിന് കഴിയുന്നുണ്ട്. സിനിമയുടെ തലക്കെട്ടിനോട് അങ്ങേയറ്റം നീതി പുലർത്തുന്ന ചിത്രമാണ് നേരെന്ന് പറയാം. പകൽ പോലെ വ്യക്തമായ നേരിനെ മൂടിയ എല്ലാ ഇരുട്ടുകളെയും പകഞ്ഞുമാറ്റി സത്യത്തെ പുറത്തെടുക്കുകയാണ് ചിത്രം. കോർട്ട് റൂം ഡ്രാമകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബോറടിപ്പിക്കാതെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുക എന്നതാണ്. ആ ഉദ്യമത്തിൽ ജിത്തു ജോസഫ് വിജയിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. അങ്ങേയറ്റം ഉദ്യോഗജനകമായി തന്നെയാണ് കഥയുടെ മുന്നോട്ട് പോക്ക്. പരമാവധി റിയലിസ്റ്റിക്കായി കോടതിമുറി പ്രൊസീജിയറുകളെ അവതരിപ്പിക്കുമ്പോഴും ചിത്രത്തിൻ്റെ സിനിമാറ്റിക് കാഴ്ചയ്ക്ക് വേണ്ട ചേരുവകളുടെ കാര്യത്തിൽ ജിത്തു ജോസഫ് കോംപ്രമൈസ് ചെയ്യുന്നില്ല. കഥാഗതിയിൽ കല്ലുകടിയില്ലാത്ത രീതിയിൽ ചില ഔട്ട് ഓഫ് ബോക്സ് ആശയങ്ങളും സിനിമാറ്റിക് ചേരുവകളുമെല്ലാം ബ്രില്യൻ്റായി ചിത്രത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. തിരക്കഥയിലും അഭിനേതാക്കളുടെ പ്രകടനത്തിലും മാത്രമല്ല സാങ്കേതിക വശങ്ങളിലും നേരെ മികവ് പുലർത്തുന്നുണ്ട്. സതീഷ് കുറുപ്പാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് VS വിനായകനും സംഗീതം വിഷ്ണു ശ്യാമും നിർവഹിച്ചിരിക്കുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നേര് നിർമ്മിച്ചിരിക്കുന്നത്. സാറ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ഇൻസിഡൻറ്റും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും ആ ഇൻസിഡൻറ്റിന് പിന്നിലെ കാരണക്കാരെയും അതിൻ്റെ പിന്നിലെ നേരും കോടതി മുറിയിൽ തെളിയിക്കുന്ന അഡ്വക്കേറ്റ് വിജയമോഹൻ്റെ ശ്രമകരമായ യാത്രയാണ് ഈ ചിത്രം. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട താൻ ഈ ജോലിക്ക് ഫിറ്റല്ലെന്ന് വിശ്വസിച്ച് ഒതുങ്ങിക്കൂടി കഴിയുന്ന വിജയമോഹനിൽ നിന്നും സത്യം തെളിയിക്കാനായി സാധ്യമായ എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കുന്ന മിടുക്കൻ അഭിഭാഷകനായി മോഹൻലാൽ കത്തിക്കയറുകയാണ്. മിതത്വത്തോടെയും വളരെ കൺവിൻസിംഗുമായുമാണ് മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ നിർമ്മിതി. ഇതുവരെ കാണാത്തൊരു മോഹൻലാലിനെ കൂടിയാണ് നേര് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ചിത്രത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മറ്റൊരാൾ അനശ്വര രാജനാണ്. കാഴ്ചപരിമിതിയുള്ള ഒരു പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥകളും കടന്നു പോകുന്ന ഇമോഷൻസും അവളിലെ പോരാട്ട വീര്യവുമൊക്കെ മനോഹരമായി തന്നെ അനശ്വര അവതരിപ്പിച്ചിട്ടുണ്ട്. അനശ്വരയുടെ കരിയർ ബെസ്റ്റ് പ്രകടനങ്ങളിലൊന്നാണ് നേരിലെ സാറ. എതിർഭാഗം വക്കീലായി എത്തുന്ന സിദ്ദിഖാണ് പ്രകടനം കൊണ്ട് ശ്രദ്ധ കവരുന്ന മറ്റൊരാൾ. പ്രേക്ഷകർക്ക് അങ്ങേയറ്റം ദേഷ്യവും വെറുപ്പും തോന്നുന്ന രീതിയിൽ ഒരു ക്രൂക്കഡ് വക്കീലായി അഴിഞ്ഞാടുകയാണ് സിദ്ദിഖ്. ജഗദീഷ്, ശ്രീധന്യ, പ്രിയാമണി, ശാന്തി മായാദേവി, ഗണേഷ് കുമാർ തുടങ്ങി ചിത്രത്തിലെ മറ്റു അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളെ മികച്ചതാക്കി. ജിത്തു ജോസഫിൻ്റെയും ശാന്തി മായാദേവിയുടെയും ശക്തമായ തിരക്കഥയാണ് ഈ ചിത്രത്തിൻ്റെ നട്ടെല്ല് എന്ന് വേണമെങ്കിൽ പറയാം. പകൽ പോലെ തെളിച്ചമുള്ള സത്യത്തെ ക്രിമിനൽ ബുദ്ധിയുള്ള രാജശേഖരൻ്റെ വാദങ്ങളെയും പ്രതിയുടെ സ്വാധീനത്തെയും മറികടന്ന് വിജയമോഹൻ എങ്ങനെ കോടതിക്ക് മുന്നിൽ തെളിയിക്കും എന്നിടത്താണ് ചിത്രത്തിൻ്റെ എസൻസ് കിടക്കുന്നത്.